സുഹൈൽ, എല്ലാ കാലവും ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ സ്ത്രീകളും കുട്ടികളുമാണ്. അത് പൊതുവിൽ ആ നിലയിൽ തന്നെയാണ് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതും. ഈ യുദ്ധ കാഴ്ചകളിലെ ഏറ്റവും വലിയ നൊമ്പരം മിനാബിലെ സ്കൂൾ തന്നെയായിരുന്നു. അവിടെ എത്ര കുരുന്നു ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഇന്ന് അവരുടെ സംസ്കാര ചടങ്ങടക്കം അങ്ങേയറ്റം ഹൃദയവേദനയോടെ അല്ലാതെ കണ്ടിരിക്കാനുമാകില്ല. ഒരുപക്ഷെ ഈ സാഹചര്യത്തിൽ തന്നെ ആകണം ഈ യുദ്ധവിരുദ്ധ വികാരം അത് അമേരിക്കയിലും വലിയ നിലയിൽ ശക്തമാകുന്നുണ്ട് എന്ന വിവരങ്ങൾ കൂടി വന്ന ദിവസമാണിത്. ജനങ്ങളുടെ ഭാഗത്തു ഉണ്ടാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ട്രംപ് വിരുദ്ധ വികാരം എന്ന നിലയിൽ അവിടെയും യുദ്ധത്തിനെതിരെ വലിയ അമർഷം പുകയുന്നുണ്ടല്ലേ. ഒരുപക്ഷെ സ്വാഭാവികമായും അമേരിക്കൻ ജനതയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന നിലയിലേക്ക് ട്രംപിന്റെ മാറേണ്ടി വരും എന്നതിന്റെ സൂചനകൾ കൂടിയുണ്ട്. പ്രത്യേകിച്ചും ട്രംപിന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം പരിശോധിച്ചാൽ ഇസ്രായേലിന് വേണ്ടി മാത്രം നടത്തിയ യുദ്ധമാണ് ഇത് എന്നുള്ളത് അതിൽ അടിവരയിടുന്നുകൂടി ഉണ്ടായിരുന്നു. തീർച്ചയായും ഏകപക്ഷീയമായാണ് ട്രംപ് ഈ യുദ്ധം നടത്തിയെന്നൊരു വിലയിരുത്തൽ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനമായും പറയേണ്ടത് കഴിഞ്ഞ ഇറാനെതിരുള്ള ആക്രമണം തുടങ്ങിയ 3 ദിവസവും യുദ്ധ അപ്ഡേറ്റുകൾ എന്ന് കണക്കിന് ഖമേനി കൊല്ലപ്പെട്ട വാർത്തയടക്കം അമേരിക്ക സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ആ വാർത്തയടക്കം ട്രൂത്ത് സോഷ്യലിലൂടെ പോസ്റ്റ് ചെയ്താണ് ലോകത്തെ അമേരിക്കയെ ട്രംപ് അറിയിച്ചത്. പിന്നീട് ട്രംപിന് ജനങ്ങൾ അഭിസംബോധന ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ കുവൈത്തിലെ സൈനിക താവളങ്ങളിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിന് ജനങ്ങളെ അഭിസംബോധന ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷത്തിൽ കാര്യങ്ങൾ എത്തിയത്. ആ പറഞ്ഞ ഇന്നലത്തെ പ്രസംഗത്തിന്റെ ഏറ്റവും ഒടുക്കം ട്രംപ് പറയുന്നത് ജനങ്ങളുടെ പിന്തുണ ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ഇറാനിൽ ആക്രമണം നടക്കുമ്പോൾ ഇറാനിലെ സിവിലിയൻസ് മരിക്കുന്ന ഏത് അപകടമാണെങ്കിലും ഏത് യുദ്ധമാണെങ്കിലും ഓരോ ജീവൻ വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെടുമ്പോൾ അങ്ങേയറ്റം വൈകാരികമായി തന്നെ ആളുകൾ അത് സമീപിക്കും. അത് അങ്ങേയറ്റം നൊമ്പരപ്പെടുത്തുന്ന കാര്യമാണ്. പക്ഷേ ഇറാനിലും ഇസ്രായേലും യുദ്ധം നടക്കുമ്പോൾ അവിടെയുള്ള കാഷ്വാലിറ്റീസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന കാഷ്വാലിറ്റീസ് ആണ്. നമ്മൾ കരുതുന്നുണ്ട് അങ്ങനെ സംഭവിച്ചേക്കാം നമ്മൾക്കൊരു തോന്നലുണ്ട്. പക്ഷേ അമേരിക്കയിലെ കാഷ്വാലിറ്റി ഉണ്ടാകുമ്പോൾ, അമേരിക്കയിലെ ജനതയുടെ ജീവിതത്തിന് പ്രശ്നമുണ്ടാകുമ്പോൾ, അമേരിക്കൻ സൈനികർക്ക് മരണം സംഭവിക്കുമ്പോൾ അതിന് ട്രംപ് ഉത്തരവാദിത്തം പറയേണ്ടി വരും. കാരണം ദിക്കകലെ നിന്ന് ട്രംപ് ഈ വിഷയത്തിൽ ഇടപെടേണ്ട കാര്യമേ ഇല്ലെന്ന ആഗോള വിലയിരുത്തലുള്ള ഘട്ടത്തിലാണ് യുദ്ധം എന്തിനു ചെയ്തു എന്നതിൽ പോലും 2 ഉത്തരങ്ങൾ ഈ പറയുന്ന US നിന്നുണ്ടാകുന്നത്. ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഈ ഇറാൻ അമേരിക്കയ്ക്ക് ഒരു ഭീഷണി ആയതുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചത്. ആ പ്രതികരണം കഴിഞ്ഞ് 24 മണിക്കൂർ തികയും മുമ്പ് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രതികരണം അത് വല്ലാത്ത പരിഹാസമാണോ അല്ലെങ്കിൽ അത് വൈരുദ്ധ്യമാണോ എന്ന് നമുക്ക് നിലവിൽ കണക്കാക്കാനാകില്ല. അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ അമേരിക്ക ആക്രമിക്കുമെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് ആക്രമിച്ചു. അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേലിന് വേണ്ടി ഇറാനെ ഞങ്ങൾ ആക്രമിച്ചു എന്ന് കൃത്യമായി മാർക്ക് റൂബി പറഞ്ഞു വെച്ചു. നമ്മൾ പൊതുവെ ഇസ്രായേലിനെ അമേരിക്കയുടെ ക്ലയന്റ് രാജ്യമെന്നാണ് വിശേഷിപ്പിക്കാറുണ്ടെങ്കിൽ ഈ ഒരു സ്ഥിതിവിശേഷത്തിൽ അമേരിക്ക ഇസ്രായേലിന്റെ ക്ലയന്റ് രാഷ്ട്രമായി മാറി എന്ന് വേണം അനുമാനിക്കാൻ. അതിന്റെ സൂചനകൾ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇറാനും അമേരിക്കയും തമ്മിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾക്ക് അറിയുന്ന പോലെ തന്നെ ആണവ നിരായുധീകരണമാണ്. അങ്ങനെ ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളെയും അമേരിക്കയും ഇറാനും ചരിത്രത്തിൽ ആദ്യമായി ഒമാൻ ഒരു ടേബിളിന് ചുറ്റും എത്തിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആശയം ഉണ്ടായത് സ്വാഭാവികമായി ഇസ്രായേലിന് തന്നെയാണ്. അങ്ങനെ ആദ്യവട്ട ചർച്ച ഫെബ്രുവരി 6 പൂർത്തിയാകുന്നു. അത് ഒമാനിൽ വെച്ചാണ് ചർച്ച പൂർത്തിയാകുന്നത്. ആദ്യവട്ട അമേരിക്ക നിരായുധീകരണ ചർച്ചയ്ക്ക് പിന്നാലെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നൊരു തോന്നൽ ലോകത്താകമാനം ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഫെബ്രുവരി 11 നെതന്യാഹു ട്രംപിനെ കണ്ടിട്ടുണ്ട്. ആ കണ്ടത് നിലവിൽ യുദ്ധ നടപടികൾ അവസാനിപ്പിക്കരുതെന്ന് പറയാൻ തന്നെയാണെന്ന വിമർശനം ലോകമൊട്ടാകെ പരക്കുന്നുണ്ട്. അശ്വത സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കൻ ജനതയെ ഇത് കൃത്യമായി ബോധിപ്പിക്കാൻ ട്രംപിനാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നടക്കുന്ന വിമർശനം ഉയരുന്നുണ്ട്. ശരി, സുഹൈൽ മുഹമ്മദാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.